അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വളകാപ്പം കഴിഞ്ഞു. കുഞ്ഞിൻ്റെ നൂലുകെട്ടും കഴിഞ്ഞപ്പോഴാണ് ഞാൻ വളകാപ്പിൻ്റെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എനിവേ എന്തായാലും എടുത്തതല്ല, അപ്ലോഡ് ചെയ്യാതിരിക്കേണ്ട. സോ വളകാപ്പ്, അത് കഴിഞ്ഞ് നൂലുകെട്ട് എല്ലാം നമുക്ക് ഓർഡറിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഇന്നലെ ഞങ്ങൾ രാത്രി തികയാത്ത പൂ മേടിക്കാൻ വേണ്ടി വെളുപ്പിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് പോയി കടയൊക്കെ കുത്തി തുറന്നതുപോലെ പോയി ഞങ്ങൾ പൂവൊക്കെ മേടിച്ച് സെറ്റായിട്ട് വീട്ടിലേക്ക് പോയി. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഈ പൂ കെട്ടണം, എന്നിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ചുന്ദരിക്കുട്ടിയായി, റെഡിയായി. ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ മാസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ഞാൻ ഡിലേ ആയിരുന്നു. അങ്ങനെ ഞാൻ റെഡിയായിട്ട് താഴെ പോയപ്പോഴത്തേനും നമ്മുടെ മോം ടു ബിയും പിന്നെ എൻ്റെ നാത്തൂനും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. റെഡി ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഫൈനൽ ടച്ചപ്പ് പരിപാടിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് നമ്മുടെ മോം ടു ബിയും ഡാഡ് ടു ബിയും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കണ്ടോ, മാച്ച് ബ്ലൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അവർ ഫോട്ടോ എടുക്കാൻ പോയി. അതിൻ്റെ കൂടെ ഞാനും നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ ആക്ച്വലി ഒരു ഇത് വച്ചിട്ട് മാത്രമേ ഫോട്ടോ എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ബേബി തന്നെ വന്നത്. അത് നമുക്ക് ഇനി അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കുഞ്ഞാവയുടെ നൂലുകെട്ടിൻ്റെ വ്ളോഗിൽ കാണാം. അപ്പം അങ്ങനെ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഡൗട്ടായി, ഇതിപ്പം വളകാപ്പിൻ്റെ ഫോട്ടോഷൂട്ടാണോ അതോ ഇനി ഇവരുടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാണോ, എന്തൊക്കെയല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പം അങ്ങനെ അവർ തമ്മിലുള്ള കുറേ ഫോട്ടോസ്, തിരിഞ്ഞ് നിന്ന് ഇങ്ങോട്ട് നിന്ന് അങ്ങോട്ട് നോക്കി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ക്ലീശേ പോസസ് ആസ് യൂഷ്വൽ. ഞാനിത് എന്ത് പറഞ്ഞ് തീർക്കും ദൈവമേ, തീരുന്നുമില്ലല്ലോ. അങ്ങനെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. പിന്നെ അവർക്ക് എല്ലാവർക്കും ചായയും കേക്കും ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വളകാപ്പ് ഫങ്ഷൻ പിന്നെ അറിയാമല്ലോ, നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് എല്ലാം കൊടുക്കണമെന്നാ, പിന്നെ എല്ലാം കഴിക്കാനുള്ളതൊന്നും കാണൂല. അതുകൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങൾ എല്ലാവരും കൂടെ ചേച്ചിക്ക് കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ ഡെക്കറേഷൻ. അങ്ങനെ ചേച്ചിക്കും പിന്നെ ചേട്ടനും കൂടെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടനും കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുപ്പിവള ഇട്ട് കൊടുക്കും. നോർമലി ഇത് എന്തൊക്കെയോ ചടങ്ങുണ്ട്, പക്ഷെ നമ്മളിവിടെ ചെറിയ രീതിക്കൊക്കെ അല്ലേ നടത്തുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നോർമലി ലേഡീസ് മാത്രമാണ് ഈ വളകാപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ പിന്നെ അച്ഛന്മാർ പാവമില്ല, അവർക്ക് വിഷമമുണ്ടാകുമെന്ന് വെച്ചാൽ അവർക്കും നമ്മൾ പാർട്ടിസിപ്പേഷനുള്ള അവസരം കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ഡെക്കറേഷൻ. വെളുപ്പിന് 5 മണിക്ക് പോയി ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് വന്ന പൂ കൊണ്ടുണ്ടാക്കിയ ഡെക്കറേഷൻ. അങ്ങനെ എല്ലാവരും വന്നു. അവിടേക്ക് ഇരുന്നതിന് ശേഷം നമ്മുടെ മോം ടു ബി വന്നു. അങ്ങനെ അവൾ ആഗതയാവുകയാണ് സുഹൃത്തുക്കളെ, ആഗതയാവുകയാണ്. അങ്ങനെ വന്നു ഇരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്തെന്ന് വെച്ചാൽ വിളക്ക് കത്തിച്ചേക്കുന്നതുകൊണ്ട് ഫാൻ ഇടാൻ പറ്റുമായിരുന്നില്ല. സോ ചൂടെടുത്ത് അവരൊരു പരിവായി. ചേച്ചിയുടെ മേക്കപ്പ് പോയില്ല, പക്ഷെ എന്നാലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റൂമിനകത്തുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പോവുമായിരുന്നു. നോർമലി ഇവരുടെ കൂടെ ചേച്ചിയും പോകണം, പക്ഷെ ചേച്ചിക്ക് ചേട്ടനെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പോയില്ല. അങ്ങനെ ചേച്ചി എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാനൊക്കെ ഫുഡ് കഴിക്കാറുള്ളത്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ട് ഞാനും മോം ടു ബിയും ഡാഡ് ടു ബിയും പിന്നെ അവരുടെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, ആ ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ദിവസം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.